people then go say I know one buy, I know one die, I know one. Hey guys, welcome back. അപ്പോൾ അങ്ങനെ നമ്മൾ കൽക്കി 2898 AD എന്ന് പറയുന്ന മൂവിയാണ്. ആക്ച്വലി നമ്മൾ ഫസ്റ്റ് ഷോ കണ്ടിരുന്നു, ബട്ട് റിവ്യൂ കുറച്ച് ലേറ്റായി ഡ്യൂ ടു സം പേഴ്സണൽ കാര്യങ്ങളാൽ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ട്. എനിവേ, മൂവി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ എൻ്റെ മോനെ ഒരു രക്ഷയില്ല. കിഡിലോസ്കി മൂവിയാണ്. മൂവിയുടെ ബഡ്ജറ്റ് എനിക്ക് തോന്നുന്നു അറൗണ്ട് 600 സംതിങ് എന്തോ ഉണ്ട്. ബട്ട് 600 കോടിയുടെ മുതൽ ആണെന്ന് പറയത്തില്ല. അതിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിലുള്ള ടെക്നിക്കൽ വർക്കുകളും കാര്യങ്ങളൊക്കെയാണ്. സോ എടുത്തു പറയേണ്ടത് മൂവിയുടെ ഡയറക്ടർ നാഗ് അശ്വിൻ. മച്ചാനെ ഒരു രക്ഷയില്ല. കിഡിലോസ്കി മൂവിയാണ്. ഇതിന് മുമ്പേ പ്രവാസിൻ്റെ ഒരു 500 കോടിയുടെ ഒരു പടം വന്നായിരുന്നു. അത് 500 കോടിയാണോ, അത് 1 കോടിയാണോ, അത് 10 ലക്ഷം രൂപയാണോ എന്ന് പോലും പറയത്തില്ല. കാരണം അമ്മാതിരി ഊള പടം, ഊള ഗ്രാഫിക്സ് വർക്കും ഊള ഡയറക്ഷനും ഒക്കെ തന്നെ ആയിരുന്നു. ബട്ട് ദിസ് ഗൈ നാഗ് അശ്വിൻ ഡിഡ് എ ഗ്രേറ്റ് ജോബ് മാൻ. ഒരു രക്ഷയില്ല. പ്രഭാസ് ആണെങ്കിലും അമിതാഭ് ബച്ചൻ ആണെങ്കിലും നമ്മുടെ ദീപിക പദുക്കോൺ ആണെങ്കിലും നമ്മുടെ കമൽഹാസൻ ആണെങ്കിലും, കമൽഹാസനൊക്കെ ചെറിയ റോളേ ഉള്ളൂ, ബട്ട് ദേ ആർ ഗോയിങ് ടു റോക്ക് ഇൻ ദ സെക്കൻഡ് പാർട്ട് മാൻ. ഈ എന്താ പറയുക, അമിതാഭ് ബച്ചൻ്റെ ഒക്കെ ക്യാരക്ടറൊക്കെ ഒരു രക്ഷയില്ല. പ്രഭാസിൻ്റെ അമിതാഭ് ബച്ചൻ്റെ ഒക്കെ നല്ല കിഡിലോസ്കി ഒരു ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. ഭയങ്കര രസമാണ്. ബട്ട് എനിക്ക് അറിയാവുന്നൊരു കാര്യം മച്ചാൻ, ഈ നാഗ് അശ്വിൻ എന്ന് പറഞ്ഞ ബ്രോ എങ്ങനെ ഈ മൂവി എക്സിക്യൂട്ട് ചെയ്യുന്നത് എനിക്കൊരു പിടുത്തമില്ല. കാരണം നമ്മുടെ മഹാഭാരതമായിട്ട് കണക്ഷൻ ചെയ്തിട്ടാണ് സ്റ്റോറി പോകുന്നതും കാര്യങ്ങളൊക്കെ. ബട്ട് അത് എങ്ങനെ പുള്ളിക്കാരൻ അത് എക്സിക്യൂട്ട് ചെയ്യുന്നു, അതൊരു രക്ഷയില്ലാത്ത രീതിയിലാണ്. കാരണം നമുക്ക് എന്താ പറയുക, നമുക്ക് ഒട്ടും ബോറാവാത്ത രീതിയിൽ ഭയങ്കര കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിലൊക്കെയാണ് പടം എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ആക്ച്വലി ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ VFX വർക്ക് കിഡിലോസ്കി സാധനങ്ങളാണ്. കാരണം അതൊക്കെ എടുത്ത് പറയേണ്ടതാണ്. സോ ആക്ച്വലി ഞാൻ മലയാളമാണ് കണ്ടത്. സോ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഹിന്ദിയോ അല്ലെങ്കിൽ തമിഴോ കാണുക. നിങ്ങൾക്ക് ലാംഗ്വേജിൻ്റെ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, യു ക്യാൻ ചൂസ് മലയാളം. ബട്ട് അതർവൈസ് നിങ്ങൾക്ക് ഹിന്ദി, തമിഴ്, നിങ്ങൾക്ക് മറ്റുള്ള ഭാഷകൾ അറിയാമെന്നുണ്ടെങ്കിൽ ഗോ ഫോർ വിത്ത് ഇറ്റ്. കാരണം കുറച്ചും കൂടെ ഇമ്പാക്റ്റ് ആയിട്ടുള്ള ഡയലോഗ് ഡെലിവറീസ് കിട്ടും നമുക്ക്. മലയാളത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചുകൾ, ബട്ട് എന്നാൽ പോലും ഒരു ഒഴുക്കിന് പോകും. പ്രഭാസിൻ്റെയൊക്കെ ചില ഹ്യൂമർ സാധനങ്ങളൊക്കെ കിഡിലോസ്കിയാണ്. എനിക്കാണെങ്കിൽ മൂവി സ്റ്റാർട്ടിങ് തുടങ്ങിയപ്പോൾ കുറച്ചിടത്തൊക്കെ എനിക്ക് ലാഗ് അടിച്ചായിരുന്നു. കം ടു ദിസ് എന്താ പറയുക, പ്രഭാസിൻ്റെ ഇൻട്രോ കാര്യങ്ങൾ കുറച്ചൊക്കെ എനിക്ക് ലാഗ് അടിച്ച്. ബട്ട് അതൊക്കെ ഒന്ന് കഴിഞ്ഞ് മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത ഒരു വേൾഡാണ് കാണിക്കുന്നത്. സോ അത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടാണ് നമ്മളിത് കാണുന്നത്. പിന്നെ നമ്മൾ എങ്ങും ഒരു കിഡിലോസ്കി ഒരു ഇൻ്റർവെൽ ബ്ലോക്കും അതിൻ്റെ കൂടെ ഒരു ട്വിസ്റ്റ് വൈസ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സും. സോ എന്തായാലും സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് നിങ്ങളെല്ലാവരും അറിഞ്ഞ് കാണും. ഫസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ കാണുക. തിയേറ്ററിൻ്റെ എക്സ്പീരിയൻസ് മിസ്സാക്കല്ല. മാക്സിമം നിങ്ങൾക്ക് ഐമാക്സിൽ കാണാൻ പറ്റുമെങ്കിൽ ഐമാക്സിൽ കാണുക. ഐമാക്സിൽ കാണുന്നുണ്ടെങ്കിൽ വർത്തായിരിക്കും നിങ്ങൾക്ക് ഈ പടം കാണാൻ പറ്റുന്നത്. എനിവേ, വൺസ് അഗൈൻ നാഗ് അശ്വിൻ ബ്രോ, യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. സ്ക്രീൻ പ്ലേ ചെയ്തേക്കുന്നത് നാഗ് അശ്വിൻ തന്നെയാണ്. ഡയലോഗ് നാഗ് അശ്വിനും സായി മാധവ് എന്ന് പറയുന്ന പുള്ളിക്കാരനും കൂടാണ് ഡയലോഗ് എഴുതിയേക്കുന്നത്. സ്റ്റോറി നാഗ് അശ്വിൻ തന്നെയാണ്. അശ്വിനി ദത്ത് എന്ന് പറയുന്ന പുള്ളിക്കാരത്തെയാണ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഹാറ്റ്സ് ഓഫ് ടു ദ പ്രൊഡ്യൂസർ. കാരണം മച്ചാനെ വിശ്വസിച്ച് ബഡ്ജറ്റ് ഇറക്കിയതിൽ. പിന്നെ ഓഫ് കോഴ്സ് എന്താ പറയുക, ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫി ഡിജോർജി സംതിങ് അങ്ങനെ എന്തോ ഒരു പേരുള്ള ഒരാളാണ്. എഡിറ്റഡ് ബൈ വെങ്കടേശ്വര റാവു. കിടുക്കൻ എഡിറ്റിംഗ് ആണ്. മ്യൂസിക് ചെയ്തേക്കുന്നത് സന്തോഷ് നാരായണാണ്. മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ ചെറിയൊരു പോരായ്മയുണ്ട്, ബട്ട് ഓക്കെ ആണ്. പിന്നെ എടുത്ത് പറയേണ്ട കുറച്ച് ക്യാമിയോസ് ഉണ്ട്. കറക്റ്റായിട്ടുള്ള ക്യാമിയോസ്, കറക്റ്റായിട്ടുള്ളത്. അവരുടെ റോള് നമുക്ക് ഭയങ്കര ആപ്റ്റായിട്ട് തോന്നും. ഭയങ്കരമായിട്ട്, അതായത് അവർ വേണ്ടിയിരുന്നില്ല എന്ന് നമുക്ക് തോന്നത്തില്ല. ഭയങ്കരമായിട്ട് അവരുടെ ക്യാമിയോ റോളൊക്കെ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് വർക്കും ആയിട്ടുണ്ട്. സോ എനിവേ, എന്തായാലും കൽക്കി 2898 AD എന്ന് പറയുന്ന മൂവി നിങ്ങൾ ഫസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ കാണുക. നിങ്ങൾ TV വരാൻ വെയിറ്റ് ചെയ്ത് നിൽക്കൽ ഒരു അലമ്പ് തിയേറ്ററിലും പോയി കാണില്ല. മാക്സിമം ഗുഡ് തിയേറ്ററിൽ തന്നെ കാണുക. ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഐമാക്സ് തന്നെ കാണാൻ ശ്രമിക്കുക. സോ എനിവേ, അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ. Just to make your money day. But my people then go say I know one buy, I know one die, I know